മഴ വീണ്ടും ദുബായിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഇന്നത്തെ തീയതി 2024 ഏപ്രിൽ മാസം 29-ാം തീയതിയാണ്. എൻ്റെ കൂടെയുള്ളത് മിസ്റ്റർ UAE വെതർമാൻ കൂടിയാണ് മിസ്റ്റർ സജ്ജാദ്. ഇത്തവണ UAE മാത്രമല്ല മഴ എത്തിയിട്ടുള്ളത്, സൗദി, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, ഒമാൻ എല്ലായിടത്തുണ്ട്. സൗദിയിൽ എപ്പോഴാണ് മഴ പെയ്യുന്നത്? അടുത്ത മണിക്കൂർ മുതൽ, അതായത് ഇന്നിപ്പം ഏപ്രിൽ 29 രാത്രിയാണ്, തിങ്കളാഴ്ച രാത്രിയാണ്. അപ്പൊ ഇപ്പൊ തന്നെ സൗദിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി 30-ാം തീയതി ചൊവ്വാഴ്ച നാളെ വൈകുന്നേരം വരെ കുവൈത്ത്, സൗദി നല്ല മഴയുണ്ട്. ഏപ്രിൽ 29, 30-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് വരെ സൗദിയിലും കുവൈറ്റിലുള്ള ആളുകൾ മഴ നല്ല രീതിയിൽ ഉണ്ടാവും. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആലിപ്പഴത്തിനും നല്ല ആലിപ്പഴം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ആവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ചൊവ്വാഴ്ച രാത്രിയോടുകൂടി 30 ഏപ്രിൽ നാളെ രാത്രിയോടുകൂടി ഖത്തർ, ബഹ്റൈൻ, അതുപോലെ സൗദിയുടെ കിഴക്ക് ഭാഗങ്ങളിൽ ദമാം, കഫ്ചി, ഹോഫഫ്, അതുപോലെ റിയാദിന്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നാളെ രാത്രിയോട് കൂടിയിട്ട് ഖത്തറിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഖത്തർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ് ഈ നാളത്തോട് കൂടിയിട്ട് അവിടേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം, അല്ലേ? ബഹ്റിലും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഏപ്രിൽ 30 ചൊവ്വാഴ്ച രാത്രിയോട് കൂടിയിട്ട് മഴ ഇപ്പൊ അങ്ങനെ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് ഖത്തറിലെത്തിയിട്ടുണ്ട്. ഓക്കെ, സൗദിയുടെ കിഴക്ക് ഭാഗങ്ങളിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ബുധനാഴ്ച രാത്രി അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ വരെ ഖത്തർ, ബഹ്റൈൻ ഭാഗങ്ങളിൽ മഴ ഉണ്ടാവും. വ്യാഴാഴ്ച രാവിലെ എന്ന് പറയുമ്പോഴേക്ക് മെയ് 2 രാവിലെ വരെ ഖത്തറിലുള്ളവർക്ക് മഴയുണ്ടാവും. മഴ സാധ്യതയുണ്ട്. ശരിക്കും തീവ്രം അത് ഇപ്പം ഖത്തർ, ബഹ്റൈൻ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്നത് ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള സമയങ്ങളിലാണ്. ആ സമയത്ത് പെരുമഴയായിരിക്കും. 1-ാം തീയതി രാത്രി, 2-ാം തീയതി രാവിലെ വരെയുള്ള സമയത്താണ് ഖത്തർ ആൻഡ് ബഹ്റൈൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവും. ഭയങ്കര തീവ്രമായിട്ടുള്ള മഴ സാധ്യത. കൂടെ ആലിപ്പഴം ഉണ്ടാവും. ഇടിമിന്നൽ, ആലിപ്പഴത്തിന്റെ ഒരു പക്ഷേ ഖത്തറിലുള്ളവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾക്ക് അബുദാബിയിലുള്ളവർക്കൊക്കെ അറിയായിരുന്നു. വാഹനങ്ങൾ കാർപ്പറ്റ് കൊണ്ടും അതുപോലെ തന്നെ കടലാസ് കൊണ്ടും എല്ലാ അർത്ഥത്തിലും ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് പൊതിഞ്ഞു വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാലാവസ്ഥാ പ്രവചനമാണ്. പെയ്യാതിരിക്കാം. പക്ഷേ അഥവാ പെയ്യുകയാണെങ്കിൽ ആ റിസ്ക് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മെയ് 1 രാത്രി തൊട്ട് മെയ് 2 വരെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ സമീപകാലത്ത് ഏറ്റവും വലിയ മഴ ഖത്തറിലുണ്ടാവും. ഇനി ഖത്തറും കഴിഞ്ഞിട്ട് ദുബായിലോട്ട് വരുന്നത്, UAE വരുന്ന എപ്പോഴാണ്? വ്യാഴാഴ്ച പുലർച്ചെ മുതൽ. ഓക്കെ, വ്യാഴാഴ്ച പുലർച്ചെ 2-ാം തീയതി. വ്യാഴാഴ്ച രാത്രി വരെയുള്ള സമയങ്ങളിൽ എമിറേറ്റ്സിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയുള്ള നല്ല മഴയുണ്ടാവും. നമുക്കിപ്പോൾ ഒരാഴ്ച മുമ്പ് ഏപ്രിൽ 16-17 മഴ എന്ന് പറഞ്ഞാൽ 75 കൊല്ലത്തിന് ഏറ്റവും വലിയ മഴയായിരുന്നു. 250 mm ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വരുന്ന മഴ എത്ര ഉണ്ടാവും? നമുക്ക് ഏകദേശം ഒരു 20 to 45 mm ആയിരിക്കും. 20 to 45 എന്ന് പറയുമ്പോൾ അത്ര വലിയ മഴയാണോ? അതൊരു വലിയ മഴ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് ഫെബ്രുവരിയിൽ എത്രയായിരുന്നു മഴ കിട്ടിയിരുന്നത്? ഒരു 67 mm ഉണ്ടായിരുന്നു. 60. ഓക്കെ. പിന്നെ മാർച്ചിൽ ഏകദേശം 15 to 20 mm ഉണ്ടായിരുന്നു. 15-20. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിരുന്നു. അപ്പൊ അതുകൊണ്ട് 25-30 അല്ലെങ്കിൽ ഒരു 40 mm ഒക്കെ ഉള്ളൂ മഴയെങ്കിൽ കൂടിയും താഴ്ന്ന ഭാഗങ്ങളിൽ നേരത്തെ വെള്ളം കയറിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് സൂക്ഷിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് 2-ാം തീയതി രാത്രി വരെയാണ് UAE. 2-ാം തീയതി മെയ് 2 രാവിലെ തൊട്ട് രാത്രി വരെയാണ് നോൺ സ്റ്റോപ്പ് മഴ UAE എല്ലായിടത്തും പ്രതീക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 2-ാം തീയതി ഉച്ചയോട് കൂടി തന്നെ ഒമാന്റെ UAE ഒമാൻ ബോർഡറിലേക്ക് വന്നു തുടങ്ങും. പിന്നെ അത് ഒമാനിലേക്ക് പോയി ഏകദേശം രാത്രിയോടുകൂടി, വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഒമാനിൽ നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ചാൽ റെഡ് സീയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ വരുന്നുണ്ട്, പിന്നെ ഖത്തറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഇതെല്ലാം കൂടി കൺവേർജ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു കാലാവസ്ഥാ പ്രതിഭാസമാണ് ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, ഒമാൻ, UAE ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ മഴയുണ്ടാവും. എല്ലാവരും സൂക്ഷിക്കണം. അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു മഴ ഈ ഭാഗത്ത് റീജിയനിൽ വന്നിട്ടുണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടില്ല. ഇതിന് മൊത്തത്തിൽ നമ്മൾ ഒമേഗ എന്ന് പറയുന്നത് കാരണം 2 ഹൈ പ്രഷർ സിസ്റ്റം ഈ ന്യൂനമർദ്ദങ്ങളുടെ ഇടയിൽ രൂപം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയഗ്രാം നമ്മൾ വരക്കുവാണെങ്കിൽ ഒരു ഒമേഗ സിംബൽ വെക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഈ റയർ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. അതുകൊണ്ടാണ് കൂടുതൽ മഴ സാധ്യത. ഓക്കെ, ഒമേഗ മഴയാണോ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മെയ് 3-ാം തീയതി വെതർമാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇതായി കഴിഞ്ഞാലും ഇത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, നമ്മളെല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഷാർജ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറിയിട്ടിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് അറിയായിരുന്നല്ലോ. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പ്രിക്കോഷൻസ്, ട്രാവൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാഹനമാണെന്നുണ്ടെങ്കിലും താമസ സ്ഥലമാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ പേടിപ്പിക്കാനല്ല എങ്കിൽ കൂടിയിട്ടും ഏറ്റവും നല്ല രീതിയിൽ ജാഗ്രത പുലർത്തുക. മഴ പെയ്ത് അതുപോലെ തന്നെ പോകട്ടെ. നമുക്ക് നമ്മളുടെ ജീവനും സ്വത്തും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ വസ്തുക്കൾക്കൊന്നും നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രിക്കോഷൻസ് ഉണ്ടോ അതെല്ലാം എടുക്കുക. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഡേറ്റ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 2024 ഏപ്രിൽ മാസം 29-ാം തീയതിയാണ്.